മുസ്ലിം ലീഗിനെതിരെ കൊടുങ്കാറ്റായി യോജിച്ച NSS SNDPയും ആ ഐക്യത്തിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. ആ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് NSS ആണ്. എന്തുകൊണ്ടായിരിക്കും ഐക്യമുണ്ടാകുന്നു, അത് തകർച്ചയിലേക്ക് പോകുന്നു? ഒരു നനഞ്ഞ പടക്കമായി എന്തുകൊണ്ട് ഈ ഐക്യം അവസാനിക്കുന്നു? അല്ലാതെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റുകയില്ല SNDP NSS ഐക്യം. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് NSSൻ്റെ പ്രതിനിധി സഭയിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന അംഗങ്ങളും ഐക്യത്തിനോട് യോജിപ്പില്ലെന്നുള്ള ഒരു നിലപാടിലാണ് വന്നിരിക്കുന്നതാണ് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്താണ് എന്നുള്ളത് ഇതിൻ്റെ ആന്തരികമായ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഇതുവരെയും അത് പുറത്തു വന്നിട്ടില്ല. പെരുന്നയിൽ നിന്നുള്ള ബഹുഭൂരിപക്ഷം വരുന്ന പ്രതിനിധി സഭാ അംഗങ്ങൾ ഇത്രയും കാലം ഇങ്ങനെ ഒരു ഐക്യം ഇല്ലായിരുന്നല്ലോ, ഇനിയൊരു ഐക്യം വേണമോ വേണ്ടയോ എന്ന് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരോട് പുനഃപരിശോധിക്കുവാൻ ആവശ്യപ്പെട്ടെന്നുള്ള ഒരു ശ്രുതിയുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതിനകത്ത് UDFൻ്റെ ചില തന്ത്രങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം UDF വരുമെന്ന് പറഞ്ഞ് അവർ അവകാശപ്പെടുമ്പോൾ അത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് വരും. അത് വീണ്ടും NSSനും SNDPക്കും ദോഷകരമായി മാറും. അതുകൊണ്ട് ഒരു ഐക്യശ്രമം വേണമെന്ന് ഇവർ മുൻകാലങ്ങളിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനും ശ്രീ സുകുമാരൻ നായർ സാറും യോജിക്കുവാൻ എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടോ? NSSൻ്റെ ആൾക്കാരെ ഒരു സമുദായം കേരളത്തെ പൂർണ്ണമായി തന്നെ കീഴടക്കാൻ നിൽക്കുന്നു. അതെ, അതിനിടയിൽ നിലനിൽപ്പിന് വേണ്ടി ഐക്യപ്പെടുന്നു എന്ന് ഈ താഴേക്കിടയിലുള്ള ജനങ്ങൾ, ഭൂരിപക്ഷത്തിലെ സാധാരണക്കാർ ചിന്തിച്ച് കൈയടിക്കുമ്പോൾ എന്തിനാണ് ഈ മുകളിൽ നിൽക്കുന്ന ഈ പണത്തിന് വേണ്ടി മാത്രം, സ്ഥാപനങ്ങളിൽ നിന്നും പണം മാത്രം വാങ്ങി ജീവിക്കുന്ന ഇവർ ഈ തമ്മിലടിച്ച് മുന്നോട്ട് പോകുന്നത്? അല്ല, NSSൻ്റെ സാധാരണക്കാരുടെ ജനങ്ങളുടെ ആവശ്യം നിറവേറ്റണമെങ്കിൽ സംഘടന ആ രീതിയിലുള്ള നിലപാടുകളെടുത്ത് പോകണം. SNDP അതുപോലെ തന്നെ സാധാരണക്കാരും സാധാരണക്കാരായ സംഘടന പ്രവർത്തിക്കാൻ അനുവദിച്ചാലല്ലേ ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. മുന്നോട്ട് പോകുന്ന കാലത്ത് പൂർണ്ണമായി തന്നെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറയുന്നത് എന്താണ്, മലപ്പുറത്ത് ഒരു സ്ഥാപനം പോലും ലഭിക്കുന്നില്ല. അതാണല്ലോ അദ്ദേഹത്തിന്റെ പരാതി. ഭാവിയിൽ എല്ലായിടങ്ങളിലും ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകില്ല. അല്ല, ഇത് താഴേക്കടയിലെ വിദ്യാഭ്യാസ മേഖലയിലായാലും തൊഴിൽ മേഖലകളിലായാലും മറ്റാനുകൂല്യങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നതൊന്നും ഈ ഹിന്ദു സാമുദായിക സംഘടനകൾക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല. അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങളെന്ന് പറഞ്ഞ് ആനുകൂല്യങ്ങൾ കൈക്കലാക്കുന്നു. ഇതിനെതിരെ താലൂക്ക് യൂണിയനുകളിലും അതുപോലെ തന്നെ താഴെ ഏറ്റവും കരയോഗങ്ങളിലും SNDP യൂണിയനുകളിലും മുറുമുറുപ്പുണ്ട്. ഇത് താഴേക്കടയിലുള്ള അണികൾക്കൊന്നിക്കണമെന്ന് ആഗ്രഹമുണ്ട്. മുകൾ തട്ടിലുള്ള നേതാക്കൾ തമ്മിൽ അന്തഛിദ്രത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഇത് അവരുടെ സമുദായ നേതാക്കളെന്ന് പറയുമ്പോൾ സമുദായത്തിൻ്റെ താഴേക്കെട്ടിലുള്ള ഏറ്റവും പിന്നോക്കരായിട്ട് താഴെ നിൽക്കുന്ന പ്രവർത്തകർക്കും അണികൾക്കും കുടുംബങ്ങൾക്കും രക്ഷയില്ല. അപ്പം മുകളിലുള്ള കുറച്ച് പേർക്ക് ആനുകൂല്യങ്ങൾ വരുന്നു. ആ രീതിയിൽ പോകുകയാണെങ്കിൽ ഈ സംഘടനകൾ ഛിന്ന ഭിന്നമാകും. താഴെക്കടയിലുള്ള താലൂക്ക് യൂണിയനുകൾക്കോ കരയോഗങ്ങൾക്കോ SNDP യൂണിയനുകൾക്കോ NSS കരയോഗങ്ങൾക്കോ ഈ യാതൊരുവിധ ഗുണങ്ങളും സർക്കാർ തലത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾക്കോ കുടുംബങ്ങൾക്കോ കിട്ടിയിട്ടില്ല എങ്കിൽ, അതുകൊണ്ടാണ് അവർ ആഗ്രഹിച്ചത്. നല്ലൊരു ഐക്യമാണല്ലോ ഇവർ SNDP NSS ഒരു യൂണിറ്റിയിൽ വരുന്നത്, ഐക്യത്തിൽ വരുന്നത് എന്ന് താഴേക്കടയിലുള്ളവർ ചിന്തിച്ചു. പക്ഷേ മുകൾ തട്ടിൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇതിനകത്ത് UDFൻ്റെ പല നേതാക്കളും കണ്ട് പല ഓഫറുകൾ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ വേറെ ചില കാര്യങ്ങൾ ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് കിട്ടാത്തതിൻ്റെ പ്രയാസം കോൺഗ്രസ് പാർട്ടി പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. അവിടെ ജനങ്ങളുടെ താല്പര്യങ്ങളെക്കാൾ അണികളുടെ താല്പര്യങ്ങളെക്കാൾ ഏറ്റവും വലുത് കുടുംബത്തിന്റെ താല്പര്യമാണ്. അതെ, അത് തന്നെയാണ് ഇപ്പോൾ NSSലും SNDPയിലും സംഭവിക്കുന്നത്. അത് കാലാകാലങ്ങളിൽ നടക്കുന്നത് അങ്ങനെയാണല്ലോ. കരയോഗങ്ങൾക്കോ SNDP യൂണിയൻ്റെ പാവപ്പെട്ടവർക്കോ ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. അവരുടെ കരയോഗങ്ങളിൽ തന്നെ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. SNDP യൂണിയനിൽ തന്നെ താഴെക്കടയിലുള്ളവർക്ക് ആനുകൂല്യം കിട്ടുന്നില്ല. ഇത് ഉദാഹരണത്തിന് മുകളിലിരിക്കുന്ന നേതാക്കളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ഉപജാപ വൃന്ദങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നു. ഇപ്പം തന്നെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി കൊണ്ടുവന്ന 10% സംവരണം, ആ സംവരണം അർഹതപ്പെട്ടവർക്ക് ഇവിടെ എത്തിക്കുവാൻ നേരിട്ട് നരേന്ദ്രമോദിക്ക് കേരളത്തിൽ പറ്റുകയില്ല. ഭരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഭരണ സംവിധാനത്തിൽ സംസ്ഥാന സർക്കാരും കൂടി ആ തീരുമാനമെടുക്കണം. ഇപ്പോൾ ജോലി സംവരണങ്ങൾ 10% സംവരണം കേന്ദ്രം പ്രഖ്യാപിച്ചു. കേരളത്തിലെ തൊഴിൽ മേഖലകളിൽ ജോലി കിട്ടണമെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ പോലുള്ളതിൽ
കയറി പറ്റണമെങ്കിൽ സംസ്ഥാന സർക്കാർ തീരുമാനം PSC അറിയിക്കണം. അത് SNDPക്കോ NSSനോ മറ്റ് മുന്നോക്ക സംഘടനകൾക്കോ അതർ ബാക്ക്വേർഡ് കാസ്റ്റിനോ ഇതുവരെയും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. സെൻട്രലിൽ നടക്കുന്ന നിയമനം, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്, റെയിൽവേ, P&D, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം, ഇങ്ങനെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇങ്ങനെയുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ 10% സംവരണം സമ്മതിക്കും. പക്ഷേ ആ ആനുകൂല്യം സംസ്ഥാനങ്ങൾക്ക് വരണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനവും GO ആയിട്ട് വന്നാൽ മാത്രമേ ഇവിടുത്തെ പബ്ലിക് സർവീസ് കമ്മീഷനിലോ സെക്രട്ടേറിയറ്റിലോ മറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലോ പോലീസിലോ നിയമനങ്ങൾ നടത്തുവാൻ കഴിയുകയുള്ളൂ. പക്ഷേ അത്തരത്തിലൊരു നിയമനം നടക്കാതിരിക്കുവാൻ ന്യൂനപക്ഷ സംരക്ഷണർ എന്ന് പറയുന്നവർ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി UDF വാഗ്ദാനങ്ങൾ ചെയ്തോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ. അല്ല, കുറച്ച് നാളുകളായി ഞാൻ പരിശോധിക്കുകയാണെങ്കിൽ സാധാരണക്കാരായ ഹൈന്ദവ വിഭാഗത്തിലെ ജനങ്ങൾ ഒരു ഐക്യം ആഗ്രഹിക്കുന്നുണ്ടല്ലോ. തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഐക്യമുണ്ടായാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് എന്നൊരു തോന്നൽ കൊണ്ടാണ് ഈ വലിയ രീതിയിൽ തന്നെ ഇവിടെ BJPക്ക് തന്നെ ഒരു സ്പേസ് കിട്ടുന്നത്. അതിപ്പോൾ മറ്റു പാർട്ടികൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. LDFും UDFും എല്ലാം തങ്ങളുടെ നയങ്ങളിൽ തന്നെ മാറ്റം വരുത്തുന്നു. എന്നിട്ടും ഈ SNDPക്കും NSSനും നേരം വെളുത്തിട്ടില്ല. അതെ, അവരുടെ നിലപാടുകളെന്ന് പറഞ്ഞാൽ മുകൾത്തട്ടിലിരിക്കുന്ന യൂണിയൻ നേതാക്കൾക്ക് രക്ഷയുണ്ട്, താഴെക്കടയിലുള്ള നേതാക്കൾക്ക് യാതൊരു ആനുകൂല്യങ്ങളുമില്ല. അതാണ് നേരത്തെ കരുണാകരൻ ചെയ്ത തന്ത്രമാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. മുൻപ് UDF ഗവൺമെൻറ് എന്ന് പറയുന്ന ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൽ NSS ശക്തമായ രീതിയിൽ 18, 17, 15 MLAമാർ വരെ ഉണ്ടായിരുന്നു. 3-4 മന്ത്രിമാരുണ്ടായിരുന്നു. അന്നത്തെ ജനറൽ സെക്രട്ടറി സുകുമാരൻ ഈ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയെ സിംഗപ്പൂർ ഹൈ കമ്മീഷണറായിട്ട് അയച്ച് NDP എന്ന് പറയുന്ന NSSൻ്റെ രാഷ്ട്രീയ പാർട്ടിയെ വളർത്തി. അതേപോലെയാണ് SNDPയുടെ രാഷ്ട്രീയ പാർട്ടിയായിരുന്ന SRP എന്ന് പറയുന്ന നിരവധി MLAമാർ കൊല്ലത്തും ആലപ്പുഴയും അവർക്കുണ്ടായിരുന്നു. അവരുടെ മന്ത്രിമാരുണ്ടായിരുന്നു. TK ദിവാകരൻ തുടങ്ങി നിരവധി നല്ല ആദർശശുദ്ധിയുള്ള നേതാക്കളുണ്ടായിരുന്നു. അതിനെയും കരുണാകരൻ ഇത് വളർത്തിപ്പിച്ചു. മലപ്പുറത്ത് നിന്നുള്ള ആ സമ്മർദ്ദങ്ങൾ കൊണ്ട് സമുദായ സംഘടനകൾ വളരരുത് എന്നുള്ള ആ ഒറ്റ അജണ്ട UDFനുണ്ട്. സമുദായ സംഘടനകൾ വളർന്നാൽ UDF എന്ന് പറയുന്നത് കാലകരണപ്പെട്ട ഒരു യുഗമായി മാറും. UDFന് രക്ഷയില്ലാതെ വരും. അതുകൊണ്ട് എന്നും സമുദായങ്ങൾ ഇവിടെ വളരുകയാണ് എങ്കിൽ, സമുദായ സംഘടനകൾ വളരുകയാണെങ്കിൽ, പ്രത്യേകിച്ച് LDFന് അടിസ്ഥാനപരമായിട്ട് ബേസിക് ഉണ്ട്, UDF തകർന്ന് തരിപ്പണമാകും. UDFിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ സാമുദായിക സംഘടനകളുള്ളവർ. NSSലോ SNDPയിലുള്ളവർ അധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകരില്ല. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഇത് മലപ്പുറം തുടങ്ങി ഒരു സാമുദായിക ബലത്തിൻ്റെ മതാടിസ്ഥാനത്തിൽ ഒരു മത ഏകീകൃത സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിനകത്ത് വിള്ളൽ വീഴ്ത്തിയോന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ വിവേകം തിരിച്ചറിയുവാൻ സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളിക്കും കഴിയാതെ പോയെന്നത് അവരുടെ അണികളും താഴെക്കടയിലോട്ട് ഉള്ള പ്രവർത്തകരെ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സമുദായങ്ങളെ ബലി കൊടുക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.